SDP ബന്ധപ്പെട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നത് നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ചാരിറ്റിയുടെ മറവിൽ 262 കോടിയാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. ഇപ്പോൾ SDP നിരോധിക്കണം എന്നുള്ള സംസാരം പല ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ പലരും വ്യക്തമാക്കുന്നുണ്ട്. SDP ഇനി വേണ്ട, ഇതൊരു രാജ്യദ്രോഹപരമായി നടക്കുന്നൊരു സംഘടനയാണ്, അത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും അതിൽ തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റമുണ്ട് എന്നൊക്കെ ഉള്ളത്. ഈ PFI നിരോധിക്കുന്നത് പോലെ ഇപ്പോൾ ഇത്രയും കോടികൾ വരുന്നത് ഇതെന്തിനാണ് ഇവർ ചിലവാക്കുന്നത്? ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാനുള്ള നിലപാടുകളാണോ ഇവർ സ്വീകരിക്കുന്നത്? അത്തരം പ്ലാനിങ്ങുകളുണ്ടോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താത്തത്? കാരണം ഇതിൻ്റെ അകത്ത് SDP രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നടപടികളെടുക്കുന്ന സമയത്ത് ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്തു നിന്നാണ് നടപടിയെടുക്കുക. പക്ഷെ അതിപ്പോൾ ഇന്നിപ്പോൾ മിക്കവാറും തെളിവുകളെല്ലാം വളരെ അനുകൂലമാണ്. കാരണം SDP എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക വരുമാന സ്രോതസ്സുകളെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു കണക്കിന്ന് PD എടുത്തിട്ടുണ്ട്. ഏകദേശം 29 അക്കൗണ്ടുകളാണ്. ഇതെല്ലാം പല വ്യാജ കണക്കുകളാണ്, വ്യാജ അക്കൗണ്ടുകളാണ്. ഈ വ്യാജ അക്കൗണ്ടിൽ കൂടിയിട്ട് പലരുടെയും പണം സംഭരിച്ച് ഏകദേശം ഒരു 262 കോടി വന്നു. അതുകൂടാണ്ട് 10-35 കോടിയുടെ വേറെ ഏർപ്പാടുമൊക്കെ ഉണ്ട്. അതിന് ഒരുപാട് വലിയ സാമ്പത്തിക കണക്കുകളാണ് അവരെ സംബന്ധിച്ചുള്ളത്. കാരണം ഒരു കേരളം പോലത്തെ ഒരു കൊച്ചു സംസ്ഥാനത്ത് മാത്രമേ ഈ സാധനം ഏകദേശമുള്ളൂ. അങ്ങനെയാണെങ്കിലും ആ ഒരു വരുമാനവും അവരുടെ ചെലവും എല്ലാം വളരെ വളരെ കൂടുതലാണ്. പക്ഷെ അവർ ആദ്യകാലത്ത് അവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നില്ല, ഞങ്ങളുടെ ഫണ്ട് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം വളരെ പച്ചക്കള്ളമാണെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണെങ്കിലും SDP നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളല്ല. അവരുടെ കാലത്ത് പറഞ്ഞ് ഞങ്ങൾ സർവീസാണ് ചെയ്യുന്നത്, ഞങ്ങൾ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രളയകാലത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്, മറ്റേ കാലത്ത് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഹായത്തിൻ്റെതായിട്ടുള്ള ഹസ്തം നീട്ടിക്കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഒരു PFIയുടെ, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന രൂപം തന്നെയാണ് SDP എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഈ ഭാരതത്തിന് അനുകൂലമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ പോളിസി, അവരുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള ജന്മരഹസ്യം തന്നെ ഇന്ത്യാവിരുദ്ധമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇന്ത്യാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. എങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്ന ആരാണെന്നുള്ളതാണ് പിന്നെ പ്രശ്നമുള്ളത്. ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ തന്നെയുള്ള പല ആളുകളും ഇക്കാര്യത്തിൽ ഫണ്ട് കൊടുക്കുന്ന ആളുകളെ അവരെ സംബന്ധിച്ചുണ്ട്. വിദേശികളായിരിക്കുന്ന ആളുകൾ ഫണ്ടുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട്. ഈ ഫണ്ട് സ്വീകരിക്കുന്നതെല്ലാം ഇന്ത്യാവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നു. അവിടെയാണല്ലോ നേരത്തെ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെപ്പോലും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനസാമാന്യത്തിനിടയ്ക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അപ്പർ ക്ലാസ് സമുദായം ലീഗിലേക്ക് പോയ സമയത്ത് പിന്നാക്ക സമുദായക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ പിടിക്കുന്ന പരിപാടിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയും അതേപോലെ തന്നെ SDP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുവെച്ചാൽ കൃത്യമായിട്ട് മുസ്ലിം ജനസാമാന്യത്തെ രണ്ടായിട്ട് പകുത്തുകൊണ്ടിരിക്കുന്നൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പകുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിങ്ങളുള്ള പിന്നാക്കക്കാരായിരിക്കുന്ന ആളുകളെയാണ് ആദ്യമായിട്ട് മതപരമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ മുറുകെ പിടിപ്പിച്ചവർ അവരെയാണ്. ഇപ്പോൾ വസ്ത്രധാരണത്തിൽ ലീഗിന് മാത്രമൊന്നുമില്ല, ലീഗ് വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമെങ്കിലും ഇവിടെ ആളുകൾ സ്ത്രീകൾ ധരിക്കാൻ തുടങ്ങിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആവിർഭാവത്തോടു കൂടിയിട്ടാണ്. ഇതൊക്കെ കാണിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളിലും ഭക്ഷണക്രമങ്ങളിലെല്ലാം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചിട്ടുണ്ട്. ആ പോപ്പുലർ ഫ്രണ്ട് സാധിക്കുന്നതിൻ്റെ അവർ പൊതുമുഖമായിട്ട് അവരെ അവതരിപ്പിക്കുന്ന പലപ്പോഴും SDP ആണ്. കാരണം രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിൽ ഏത് തരത്തിലും പ്രവർത്തിക്കാം, രാഷ്ട്രീയ പാർട്ടിക്ക് എവിടെ വേണമെങ്കിലും പോകാം, അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് മുസ്ലിം സമൂഹത്തിലുള്ള സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ പിടിച്ചെടുക്കുന്നൊരു പ്രവർത്തനമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയപരമായിട്ട് SDP കൊണ്ട് നിർവഹിപ്പിച്ചത്. അതിനുവേണ്ടി അവർക്ക് ഒരുപാട് ഫണ്ട് വന്നതാണ്. ഈ ഫണ്ട് വരുന്നതിൻ്റെ പിന്നിൽ ശരിക്കതാണ്. പക്ഷേ ആകെയുള്ള പ്രശ്നം പ്രധാനമായിട്ട് ഈ ഫണ്ട് എന്തിനു വേണ്ടി വിനിയോഗിച്ചു? 2 വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഫണ്ട് കൊടുത്തവരാരൊക്കെയാണ്? ഫണ്ട് കൊടുത്തതിൽ പലർക്കും പങ്കുണ്ടാവും. ഇപ്പം നമുക്കറിയാലോ, നേരത്തെ ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞൊരു MESൻ്റെ നേതാവ് പറഞ്ഞത് ഞങ്ങൾ അസ്ത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആരാ അസ്ത്രം തയ്യാറാക്കിയത്? SDP-യും പോപ്പുലർ ഫ്രണ്ടുമാണ്. അത് തയ്യാറാക്കി കൊടുത്ത ആളാരാണ്? അത് ഈ പറയുന്ന ഗഫൂറാണ് തയ്യാറാക്കി കൊടുത്തത്. അയാൾ MESൻ്റെ പ്രസിഡന്റ് അല്ലേ? MESൻ്റെ പ്രസിഡൻ്റായിട്ട് അയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ യുവജന വിഭാഗത്തിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചെന്നൈയിൽ സംസാരിച്ചത്
എല്ലാ രാജ്യത്തും മുസ്ലിങ്ങൾ ഇത്ര ശതമാനമുണ്ട്, അതുകൊണ്ട് അവിടെയെല്ലാം പോപ്പുലർ ഫ്രണ്ട് സജീവമാകണം, ആ പോപ്പുലർ ഫ്രണ്ടിൽ കൂടി നമ്മൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ഈ പറയുന്ന ഗഫൂറാണ്. ഇയാൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ഇയാൾക്ക് ഇതിനകത്ത് സാമ്പത്തികമായിട്ട് സഹായിച്ച ആളുകൾ ചില ആളുകളാണെന്ന് സംശയമുണ്ട്. അതേപോലെ തന്നെ മറ്റാളെ ഞാൻ പേര് പറഞ്ഞു, പേര് പറയാതിരിക്കാൻ നിർത്തിയില്ല ചിലർ. എറണാകുളത്ത് കേരളത്തിൻ്റെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഷംസുദ്ദീൻ, അയാൾ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാനാണ്, ശാന്തി സേനയുടെ ചെയർമാനാണ്. കാരണം ശാന്തി വരട്ടെ എന്ന് പറഞ്ഞ ആളാണ്. ഈ പറയുന്ന ആളാണ് പാനായിക്കുളത്ത് കേസിൽ കുറ്റവാളികളായിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ജയിൽ മോചിതരായ സമയത്ത് അവർക്ക് സ്വീകരണം കൊടുക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഷംസുദ്ദീനാണ്. അപ്പോൾ ഈ പറയുന്ന സോക്കോൾഡ് മാന്യന്മാർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട്. അവർ നേരിട്ട് പണം കൊടുത്തു എന്ന് ഞാൻ ആരോപിക്കുന്നില്ലെങ്കിൽ പോലും ഒരുപക്ഷെ പണം പല സ്ഥലത്തു നിന്നും എത്തിച്ചു കൊടുക്കുന്നതിൽ ഇവരെല്ലാവരും ഇവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പങ്കുവഹിക്കുന്ന സമയത്ത് രണ്ട് തരത്തിലാണ്. ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്ന ആൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വർക്കിലേക്ക് വരിക, ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ MES പോലുള്ള സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ ഈ തരം കാര്യങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരിക. ഇതൊക്കെ ആളുകൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ സന്ദേശം തീവ്രവാദത്തിൻ്റെ സന്ദേശമാണ്. തീവ്രവാദികൾ, അതായത് പിന്നാക്ക സമുദായക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കാണ് പോകേണ്ടതെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പരിപാടിയാണ് അബ്ദുൽ ഗഫൂറും PK ഷംസുദ്ദീനൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത്യന്തം അപകടകരമായിരിക്കുന്ന പ്രവർത്തനമാണ് അവർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർ പലതരത്തിൽ പേരുകൾ പറഞ്ഞു. ആദ്യകാലത്ത് NDF ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇടക്കാലത്ത് സിമി ആയിരുന്നു, പിന്നെ അവർ പോപ്പുലർ ഫ്രണ്ടായി. ഇതേ ഒരേ സാധനം തന്നെ പല പല കുപ്പിയിലായിട്ട് പല പല പേരുകൾ വരിക. ഒന്ന് നിരോധിച്ചു കഴിഞ്ഞിട്ട് അവർ വേറൊന്നായിട്ട് രംഗത്ത് വരും. ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ പോപ്പുലർ ഫ്രണ്ടും SDPA നിരോധിക്കപ്പെട്ടാൽ വേറൊരു പേരിൽ തന്നെ ഇവർ വീണ്ടും പുനർജനിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന സോ കോൾഡ് ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റി ഇവർ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ സവിശേഷത. ആ ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ സ്വാധീനവും ഭരണപരമായിരിക്കുന്ന സ്വാധീനവും എല്ലാം തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കും. ഇതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ ഈ കേസിൽ അവരെയാണ് ഇതിൽ പ്രതികളാക്കുന്നത്. അവരിതിനകത്ത് പെടുത്തുകയാണ്. ഈ പെടുത്തുന്ന ആളുകൾ ഈ പറയുന്ന ഗഫൂറും ഷംസുദ്ദീനും പോലുള്ളവരാണ്. അവരാണ് ഈ തീവ്രവാദ പ്രവർത്തനത്തെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരെ കേട്ട് വിശ്വസിച്ച് വരുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും തീവ്രവാദത്തിന് കിട്ടാവുന്ന ഒരിക്കലും വരേണ്യവർഗത്തെ തീവ്രവാദത്തിന് കിട്ടില്ല. പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പോലും തീവ്രവാദ പ്രവർത്തനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ടവരാരും ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പോകില്ല. അല്ലെങ്കിൽ സലാമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാരും പോവില്ല. കാരണം അവരൊക്കെ വരേണ്യവർഗത്തിൽപ്പെട്ടവരാണ്. വരേണ്യവർഗത്തിൽപ്പെടാത്ത മുസ്ലിം ലീഗിലും അംഗത്വം കിട്ടാത്ത പിന്നാക്ക സമുദായക്കാരായിരിക്കുന്ന ആളുകൾ പോകേണ്ട ഇടമായിട്ടാണ് PFI കൊണ്ടുപോകുന്നത്. ആ PFIയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കുന്ന പ്രവർത്തനം അത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ശേഖരിച്ചിട്ടുണ്ടാവാം. ഒരുപാട് സാധ്യതയുണ്ട്. UAE പോലുള്ള സ്ഥലങ്ങളിൽ $പെട്രോ അവിടെ പോയിട്ട് കളക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്ത് കൊടുത്തായിരിക്കുന്ന ആളുകൾ, ഈ പറയുന്ന സോക്കോൾഡ് മാന്യന്മാരായിരിക്കുന്ന ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അവർ കൂടിക്കൊണ്ടാണ് സാധിക്കുന്നത്. ഇത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരു നാടിനെ സംബന്ധിച്ച് വളരെ അപകടകരമായിട്ടുള്ള നീക്കമാണത്. കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി. മുസ്ലിങ്ങളെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്. ഇതിൽ സാധാരണ മുസ്ലിമിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ പറയുന്ന സമയത്ത് മുസ്ലിം ലീഗുകാർ മാന്യന്മാരാന്ന് പറയും. എന്താ മാന്യന്മാരെന്ന് പറയാൻ കാരണം എന്താ? മുസ്ലിം ലീഗുകാർ അക്രമത്തിന് പോകുന്നില്ല. നമ്മളിത് സംബന്ധിച്ച് എന്താ പ്രശ്നമുള്ളത്? മുസ്ലിം ലീഗുകാരാണ് അക്രമത്തെ പോഷിപ്പിക്കുന്ന ആളുകൾ. കാരണം ലീഗിനകത്ത് പിന്നാക്ക സമുദായക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഇവർ അംഗത്വം കൊടുത്താൽ മതി. ഇവരൊന്ന് അംഗത്വം കൊടുത്തു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവരാരും SDPയുടെ പിന്നാലെ പോവോ? ഇവരാരും PFIയിൽ പോവോ? ഇവരാരും സിമിയിൽ പോവോ? ഇവരാരും പോവില്ല. അങ്ങനെ അംഗത്വം കൊടുത്തുകൊണ്ടാണ് ലീഗിലേക്ക് KT ജലീൽ വന്നത്. അല്ലെങ്കിൽ അയാൾ വരില്ലായിരുന്നു. സത്യത്തിൽ അയാൾ സിമി നിരോധിക്കപ്പെട്ട സമയത്ത് അയാൾ KT ജലീൽ മുസ്ലിം ലീഗിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അയാൾക്ക് അംഗത്വം കൊടുത്തതിൻ്റെ പേരിലാണ്. കാരണം അയാൾ പിന്നോക്ക സമുദായക്കാരനല്ല കേട്ടോ, അത് വേറെ വസ്തുതയാണ്. അപ്പം അങ്ങനെ പിന്നോക്ക സമുദായക്കാരായിരിക്കുന്ന മുസ്ലിങ്ങൾ അവർക്കൊരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ഇൻ്റർനാഷണൽ ലെവലിൽ അവരെ സംബന്ധിച്ചുണ്ട്. അവർക്ക് എപ്പോഴും അത്താണിയായിട്ട് വരുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ്. അവർ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്കാണ് അവർ പോകുന്നത്.
അത് പോകുന്നതിനകത്ത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ഈ പറയുന്ന വരേണ്യവർഗം ഒരു വട്ടം കൂടി ആലോചിക്കേണ്ടതാണ്. മുസ്ലിങ്ങളിൽ സാധാരണക്കാരനും മുന്നോക്കക്കാരനും തമ്മിൽ അകലം വളരെ വളരെ കൂടുതലാണ്. അകലം കൂടുതലായതിൻ്റെ പേരിലാണ് PFI പോലുള്ള പ്രസ്ഥാനങ്ങൾ വളരുന്നത്. SDP അവർക്ക് താങ്ങ് തണലായിട്ട് വരുന്നത്. ഏതാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും EDയെ സംബന്ധിച്ചും ഈ പറയുന്ന SDP പോലുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് നടപടികളെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇക്കാര്യത്തിൽ അവരുടെ സ്വത്തുകളടക്കം കണ്ടുകെട്ടി തന്നെ ചെയ്യും. അവർ ജയിലുകൾ കിടന്നുകൊണ്ട് ഗോതമ്പുണ്ട തിന്നും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയക്കാര്യത്തിനെ സംബന്ധിച്ചില്ല.